ഓരോ നോമ്പുകാലവും ഒരു തിരിച്ചുപോക്കാണ് ഈശോയിലേക്ക്, ഈശോയുടെ സ്നേഹത്തിലേക്ക്. സീറോ മലബാർ സഭയിലെ ഒരേയൊരു ദയറ മാർ തോമാസ് ലീഹ ദയറ നല്ല തണിയിലാണ് ഇന്ന് മാക്ടിവി ടീം എത്തിയിരിക്കുന്നത്. ഈ ഒരു ആശ്രമത്തെയും ഇവിടുത്തെ പരിശീലനങ്ങളെയും ഇവരുടെ ജീവിതത്തെയും നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു മനോഹരമായ യാത്രയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ സീറോ മലബാർ സഭയിൽ സ്ഥിര ഡീക്കൻ പട്ടം സ്വീകരിച്ചിരിക്കുന്നത് 2 പേരാണ്. അതിൽ ആദ്യത്തെ ആളെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, ഡീക്കൻ ദേവസ്യ. ഈ സംശയക്ക് സ്ഥിരീകരിക്കട്ടെ. ഡീക്ക, കേട്ടപ്പോൾ തന്നെ ഒത്തിരി ക്യൂരിയോസിറ്റി തോന്നിയ ഒരു കാര്യമാണ് ഈ പെർമനന്റ് ഡീക്കൻ പട്ടം. എന്തുകൊണ്ടാണ് ഈ ഒരു പെർമനന്റ് ഡീക്കൻ പട്ടം സ്വീകരിക്കാം, ഡീക്കനായിട്ട് തന്നെ തുടരാമെന്ന് തീരുമാനിച്ചത്? തീരുമാനിച്ചെന്ന് കഴിഞ്ഞാൽ അതൊരു ദൈവഹിതമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ സ്വന്തം തീരുമാനമല്ല. ഇപ്പോൾ ഈ കുടപ്പുഴയച്ചൻ 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ദൃസാക്ഷിയാണ്, ഇതിനെല്ലാം സംബന്ധിച്ചതായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ഡിക്രിയിലില്ല, അത് പറയുന്നുണ്ട്. നമ്മുടെ സഭയിൽ പെർമനൻ്റ് ഡീക്കൻ അതിന് മുന്നേ ആദ്യകാലങ്ങളിലുണ്ടായിരുന്നു, അത് നിലനിർത്തണമെന്ന് പറഞ്ഞ ഒരു ഡിക്രി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കുടപ്പുഴയച്ചൻ ഈ ഒരു പെർമനൻ്റ് ഡീക്കൻ എന്നുള്ള അപേക്ഷ കൊടുത്ത് അതിന് സാങ്ഷൻ മേടിച്ചെടുത്തത്. അപ്പം ബിഷപ്പിനെ കണ്ട് മേജർ ആശുപത്രിയിൽ നിന്നൊക്കെ അനുവാദം കിട്ടി. അങ്ങനെ അപ്പം അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ശുശ്രൂഷ നേതൃത്വം കൊടുക്കാൻ വേണ്ടി, ലീഡ് ചെയ്യാൻ വേണ്ടി കൂടെയായിരുന്നു പെർമനൻ്റ് ഡീക്കൻ. ദൈവവിളി സ്വീകരിച്ച് ഒരു പെർമനന്റ് ഡീക്കനായിട്ട് തുടരാമെന്ന് തീരുമാനിച്ച് ഈ ഒരു ആശ്രമത്തിലേക്ക് എത്തി. ഇവിടുത്തെ ഒരു ജീവിതം എങ്ങനെയാണ്? ഇവിടെ ഇപ്പം ഞങ്ങൾ പ്രാർത്ഥന, പഠനം, അധ്വാനം, വിശ്രമം 6 മണിക്കൂർ വെച്ച് 6-4-24 6 മണിക്കൂർ പ്രാർത്ഥന, 6 മണിക്കൂർ പഠനം, 6 മണിക്കൂർ അധ്വാനം, 6 മണിക്കൂർ വിശ്രമം. അപ്പോൾ ആ രീതിയിൽ പോകുന്നു. അപ്പോൾ ഇവിടെ കൂടുതൽ നമ്മളിപ്പം മാർ തോമാസ് സ്ലീഹായ അപ്പം ആ നസ്രാണി പാരമ്പര്യം നിലനിർത്തുന്ന പ്രാർത്ഥനകളും ആ ഒരു പൗരസ്ത്യ ഓറിയൻറ്റേഷനാണ് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പുറത്തുനിന്ന് വരുന്നവർക്കും അനുഭവവേദ്യമാക്കാൻ വേണ്ടി ഇപ്പോൾ ഇതാണ് നമ്മുടെ സീറോ മലബാർ സഭയുടെ പുരുഷന്മാരുടെ ആദ്യത്തെ ആശ്രമം. അപ്പോൾ ഇവിടോട്ട് എല്ലാവരും നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് 7 യാമങ്ങളും പ്രാർത്ഥനയുണ്ട്. യാമപ്രാർത്ഥന 7 ഇത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വിശുദ്ധ കുർബാന, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളിവിടുത്തെ സത്സംഗ്, വൈകിട്ട് എല്ലാവരും കൂടെ കൂടി ഉള്ള ഒരു സത്സംഗ്, പിന്നെ ജോലി, ഇതെല്ലാം കൂട്ടായ്മയിലൂടെ ഒരു കൂട്ടായ്മയും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സംതൃപ്തിയുണ്ട്. ഡീക്ക, ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ പോലും ഞങ്ങൾക്ക് മനസ്സിനൊക്കെ ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ആശ്രമ ജീവിതത്തെക്കുറിച്ച് ഡീക്കൻ എന്താണ് നമ്മുടെ മാക്ടിവിയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സന്യാസ ജീവിതം, ഇങ്ങനത്തുള്ള ജീവിതം എന്ന് പറയുമ്പോൾ എയർലി ടു ബെഡ്, എയർലി ടു റൈസ്, നേരത്തെ കിടക്കുക, നേരത്തെ ഉണരുക. അപ്പം ഈ നമ്മൾ വെളുപ്പിനെ ഞങ്ങളിപ്പോൾ ഇവിടെ എഴുന്നേൽക്കുന്നത്, ഞാൻ എഴുന്നേക്കും സ്വപ്പം നേരത്തെ എഴുന്നേക്കും. 3:30 തന്നെ ഞാൻ ഉണരും. 4:30 മണി അടിക്കുന്നെങ്കിൽ ഞാൻ കുറേ നേരം, അപ്പോൾ അത്ര നേരം നമുക്ക് ഏകാന്തമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ. അപ്പോൾ അത് കാരണം ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കിടപ്പ്, വീട്ടിലൊക്കെ ആണെങ്കിൽ പണ്ട് ഒരു പണിയില്ലാതെ നമ്മൾ 6 മണി വരെ ചുമ്മാ അങ്ങ് ഉറങ്ങിയില്ലെങ്കിൽ അങ്ങ് കിടക്കുക, എഴുന്നേക്കാനേ തോന്നുന്നില്ല. 6 മണി വരെ നല്ല ഇതാക്കുക. അപ്പോൾ കിടക്കാനുള്ള മനുഷ്യൻ്റെ ആ ഒരു വാഞ്ചന അത് മാറിക്കിട്ടി. പിന്നെ പ്രാർത്ഥിക്കാനും ഇതിനുപോലെ ഇതിന് പഠിക്കാനും ഒക്കെ ഒരു നല്ല അന്തരീക്ഷം ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഈ കാലാവസ്ഥ എഴുതാനും വായിക്കാനും പഠിക്കാനും വായിക്കാനും ഒക്കെ കൂടുതൽ പ്രാർത്ഥിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ. ഞാൻ സന്യാസം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ചെറുപ്പം മുതൽ വൈദികരുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ ദൈവവിളിയെക്കുറിച്ച് അനുഭവിക്കാനൊക്കെ സാധിച്ചു. അപ്പോൾ അവരുടെ ജീവിതമാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്കൊക്കെ
ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തേക്കുന്നത്. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ അറിഞ്ഞു കേട്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ നിയമാവലി കിട്ടുകയും ആ നിയമാവലി വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആശ്രമത്തിൽ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടാകുകയും അങ്ങനെ കൂടപ്പുഴയച്ചനെ ഇതേക്കുറിച്ച് അറിയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിപ്രകാരം പിന്നെ കൂടപ്പുഴയച്ചൻ ഞാനിവിടെ വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഇവിടുത്തെ യാമപ്രാർത്ഥനകളാണ്. 7 യാമങ്ങളിലുള്ള പ്രാർത്ഥനകൾ അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻസ്പയറായിട്ട് തോന്നി. പിന്നെ സന്യാസത്തെക്കുറിച്ച് പഠിച്ചു, സന്യാസ പിതാക്കന്മാരെക്കുറിച്ച് കുറച്ചൊക്കെ പഠിച്ചു. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി രോഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതവും എൻ്റെ ജീവിതവും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്കുണ്ടായ മരുഭൂമി അനുഭവം എനിക്കിന്ന് രോഗങ്ങളായിട്ട് ഒത്തിരി 7-8 സർജറി കഴിഞ്ഞു. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ആ സ്നേഹവും മഹത്വമൊക്കെ എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റി. അങ്ങനെ ഈശോയെ അനുഭവിച്ചറിയാനും ഈ ആശ്രമത്തോട് ചേർന്ന് സഭയോട് ചേർന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് സഭയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒന്നാണ് ആശ്രമങ്ങൾ. മൊണാസ്റ്റിക് ലൈഫ് അതാണ് ഉദ്ദേശിക്കുന്നത്. സഭയോടൊത്ത് പ്രാർത്ഥിക്കുക, അവിടുത്തെ ജീവിക്കുക, അതായത് ശരിക്കും പറഞ്ഞ് സഭ ജീവിക്കുകയാണ് ശരിക്കും പറഞ്ഞ ഒരു മൊണാസ്റ്റിക് ലൈഫിനെ കുറിച്ച്. പേര് ഷേവറിനാണ്. ഷേവർ പുത്തമ്പരയിൽ, കണ്ണൂരാണ്. കരുവഞ്ചാൽ, വെള്ളാട് ഇടവക. കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാരത്തിനുള്ള സാധനം നമ്മളെ തന്നെ ഉൽപ്പാദിപ്പിക്കണമല്ലോ. ഇതാണ് നല്ലത്. ഇവിടെ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴും പിന്നെ പ്രാർത്ഥന ആയിരിക്കും എല്ലാവർക്കും പറ്റുന്ന വരികയില്ല. ആ സമയത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് ഒരു ജോലി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. മനസ്സിന് കുറച്ചുകൂടി ഹാപ്പി ആവും, കുറച്ചും കൂടി ആദായം കിട്ടും, വരുമാനം കിട്ടും, അതോട് ഹാപ്പി ആവുകയും ചെയ്യും. അപ്പം ജോലിയുടെ സന്യാസി ഭാഗത്തിൻ്റെ ഒരു ഭാഗം. അപ്പം ചില വ്യക്തികളുണ്ട് ജോലി തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജോലി മാത്രം, പ്രാർത്ഥനയില്ല. ചിലക്ക് പ്രാർത്ഥന മാത്രം, ജോലിയില്ല. അപ്പോൾ പ്രാർത്ഥനയും ജോലിയും സമന്വയിച്ച് കൊണ്ടുപോകുന്ന രീതിയാണ് ഇപ്പം നല്ലത്. എൻ്റെ ഒരു ആൻറ്റി മുഖാവഴിയാണ് ഞാൻ ഈ ആശ്രമത്തിലേക്ക് ആദ്യമായിട്ട് വന്നത്. പ്രാർത്ഥന അരുവിയിൽ ജീവിക്കാൻ സാധിക്കും, അതുകൊണ്ടാണ് സന്യാസ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തത്. എൻ്റെ പേര് ബ്രദർ ആൻ്റണി. ഞാൻ 3rd ഇയർ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആശ്രമത്തിൽ നോയിഷേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ആശ്രമം തിരഞ്ഞെടുത്തത്? ആശ്രമത്തിൽ സെമിനാറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ കോഴ്സ് ഉണ്ടായിരുന്നു ഈ മൊനാസ്റ്റിസിസത്തിനെ കുറിച്ച്. അപ്പം അത് പഠിക്കുമ്പോഴേ നേരത്തെ മുതൽ ഇങ്ങനെ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫാദേഴ്സ് ഓഫ് ദ ചർച്ച് അവരെ കുറിച്ചൊക്കെ ഇങ്ങനെ ചില മൊനാസ്റ്റിക് ലൈഫ് നയിച്ചവരുടെയൊക്കെ ജീവിതം പഠിച്ചപ്പോഴും ചെറിയൊരു ഇൻട്രസ്റ്റും പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഈ ലൈഫ് എങ്ങനെ, അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ്. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ ഒരു കുഴപ്പമില്ല. അച്ഛാ, ഞങ്ങളിന്ന് ഇവിടെ എത്തിയപ്പോൾ മനോഹരമായൊരു ആശ്രമം, ശാന്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനും കൂടുതൽ സമയമൊക്കെ ചെലവഴിക്കാൻ തോന്നുന്ന ഒരിടം. ഈ ഒരു ആശ്രമം എന്നൊരു ആശയത്തിലേക്ക് അച്ഛൻ എത്തിയത് എങ്ങനെയാണ്? ഈ ഒരു ആശ്രമത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്? ഈ ആശ്രമത്തിൻ്റെ തുടക്കം ആശയപരമായി 2ാം വത്തിക്കാൻ കൗൺസിലാണ്. 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ശക്തമായ ആഹ്വാനം സഭയിലേക്ക് കടന്നു വന്ന സാമ്രാജ്യത്വ വ്യവസ്ഥിതി, ഉച്ചനീചത്വ വ്യവസ്ഥിതി പാടെ വിഭാടനം ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ആശയങ്ങളും എന്നെ വളരെയേറെ സ്വാധീനിച്ചു. നമുക്ക് ഒരു ഒറിജിനൽ ട്രഡീഷൻ നമുക്കുണ്ടെന്ന് മനസ്സിലായി. ആ ഒറിജിനൽ ട്രഡീഷൻ ഉണ്ടെങ്കിൽ 2ാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞ റിട്ടേൺ ടു ദ സോഴ്സ് എന്നാണ്. ആ റിട്ടേൺ ടു ദ സോഴ്സ് അന്വേഷിച്ചപ്പോഴാണ് ആദിമസഭയിൽ ഈ സാമ്രാജ്യത്വ വ്യവസ്ഥിതിയാൽ പിന്നെ എങ്ങനെയായിരുന്നു സന്യാസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു. ഇന്നത്തെ രീതിയിലുള്ള ഈ കോൺഗ്രിഗേഷനും ഓർഡറും ഒന്നുമല്ല, അതൊക്കെ ലേറ്റർ വെസ്റ്റേൺ പ്രോഡക്ട്സാണ്.
അത് ഓരോ നല്ല മനുഷ്യരും നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചു. അത് മോശമെന്നല്ല പറഞ്ഞു. പക്ഷേ റിട്ടേൺ ടു ദ സോഴ്സ് എന്ന് പറഞ്ഞാൽ ആശ്രമത്തിൽ ചെയ്യും. ആശ്രമം എന്ന് പറഞ്ഞാൽ ആക്ട്സ് ഓഫ് ദി അപ്പോസൽസ്. ആക്ട്സ് ഓഫ് ദി അപ്പോസൽസ് എന്ന് പറഞ്ഞാൽ ശ്ലീഹന്മാരുടെ നടപടി. ആ ശ്ലീഹന്മാരുടെ നടപടിയാണ് ആദ്യത്തെ 15 വർഷത്തെ പ്രവർത്തനങ്ങളെ ശ്ലീഹന്മാരുടെ. അതുകൊണ്ട് അതിൻ്റെ സ്വാധീനത്തിലാണ് ഈ ആശ്രമം തുടങ്ങുന്നത്.